സാറ്റർഡേ മോർണിംഗ് രാവിലെ തന്നെ എന്നത്തെയും പോലെ കിച്ചണിൽ കയറി ചോറ് കറികളൊക്കെ വെക്കാനുള്ള തത്രപ്പാടിലാണ്. ആദ്യം തന്നെ അരി കഴുകി കുക്കറിലോട്ട് വെക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ മൊത്തത്തിൽ ഈ കിച്ചണിൽ ഒരു വെളിച്ചക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി വർഷം പഴക്കമുള്ള കിച്ചണാണ് വീടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് റിനോവേഷൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നു. നടക്കുമ്പോൾ നടക്കട്ടെ. എന്തായാലും ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ച മീനാണ്. ഈ കാണിക്കുന്നത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴേക്കും വാള മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം നല്ല നീളമായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നലെ രാത്രിയിൽ തന്നെ ഞാനതിനെ കട്ട് ചെയ്ത് ഫ്രീസറിലാക്കിയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ എളുപ്പമാവുമല്ലോ. ഇതിപ്പോൾ രാവിലെ സാമ്പാർ വെക്കാൻ പോവാണ് കേട്ടോ. സാമ്പാറിന് ഉള്ളി, അമരയ്ക്ക് അതുപോലെ തന്നെ പരിപ്പുമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വെച്ചു. സ്കൂളിൽ പോകാനുള്ള ദിവസം എത്ര വിളിച്ചാൽ എഴുന്നേക്കാത്ത കല്യാണി ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു. അതെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ അരി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചൂട് ചായയൊക്കെ കുടിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പാലൊക്കെ എടുത്ത് ചായ ഇടാനായിട്ട് വെച്ചു. അക്കൂട്ടത്തിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്താലേ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സാമ്പാറിനുള്ള പച്ചക്കറികൾക്ക് എത്ര പെട്ടെന്ന് തന്നെ നുറുക്കി പിറക്കി എടുത്തു. വെണ്ടയ്ക്കയും തക്കാളിയും എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചാണ് സാമ്പാറിൽ ഞാൻ ഇടുന്നത്. എന്തായാലും സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ പിന്നെ ദോശ ചൂടാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ അരിഞ്ഞ് ഒരു അവിയലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ വിഷ്ണുവിന് ലീവ് എടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് ബാക്കി വിശേഷങ്ങൾ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.